സ്മൃതി ഇറാനി അമേഠിയിൽ പരാജയപ്പെട്ടത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്ത് വലിയൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു. 2014 അമേഠിയിൽ സ്മൃതി ഇറാനി മത്സരിക്കുന്നത്. അന്ന് ബി.ജെ.പി സ്മൃതിക്ക് നൽകിയത് വലിയൊരു ദൗത്യമാണ്. ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമായിട്ടുള്ള അമേഠിയിൽ മത്സരിക്കുക സ്മൃതിയെ അപേക്ഷിച്ച് വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു. പക്ഷെ രണ്ടും കൽപ്പിച്ച് അവരെന്ത് ചെയ്തു? അവിടെ മത്സരിക്കുകയായിരുന്നു. എന്നാൽ ആ ഒരു കൊല്ലം അവിടെ പരാജയപ്പെട്ടു. എന്നാൽ രാഹുൽ ഗാന്ധി 4,80,68 വോട്ടുകളും സ്മൃതി ഇറാനി 3 ലക്ഷത്തിന് മുകളിൽ വോട്ടുകളുമായിരുന്നു അന്ന് നേടിയത്. എന്നാൽ അതിനുശേഷം സ്മൃതി ഇറാനി വാശിയോടെ അവിടെ തന്നെ പമ്പടിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ അവർ ശ്രമിച്ചു. അതിനാൽ തന്നെ 2019 വൻ ഭൂരിപക്ഷത്തിൽ സ്മൃതി വിജയിക്കുകയായിരുന്നു. 4 ലക്ഷത്തിന് മുകളിൽ എന്നവർക്ക് ഭൂരിപക്ഷം ലഭിച്ചു. രാഹുൽ ഗാന്ധിയുടെ തട്ടകത്തിൽ നിന്നും മത്സരിച്ച് രാഹുലിനെ തോൽപ്പിക്കാൻ സാധിച്ചതിനാൽ തന്നെ ജനം സ്മൃതിയെ നെഞ്ചിലേറ്റി. കാരണം എന്താണ്? വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും ജനങ്ങൾക്ക് നൽകുമെന്നുള്ള വികസന പ്രതീക്ഷകൾ ജനങ്ങൾക്ക് നൽകുകയായിരുന്നു സ്മൃതി ചെയ്തത്. 2019 സ്മൃതി ജയിച്ചു. മന്ത്രിയായി ഡൽഹിയിലേക്ക് പോയതോടെ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ പലതും, അതായത് ചിലത് നിറവേറ്റാൻ സ്മൃതിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ അവർ തോൽക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സ്മൃതിയുടെ ഒരു വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു അമേഠ്യ. MP ആയി വന്നപ്പോൾ ചെയ്യാൻ ബാക്കി വെച്ച വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സ്മൃതിക്ക് സാധിക്കാതെ പോയത് മാത്രമല്ല തോൽവിക്ക് കാരണമായത്. ഇവിടെ കോൺഗ്രസിന്റെ കൃത്യമായിട്ടൊരു പ്ലാനിങ് നടന്നിരുന്നു അമേഠിയിൽ. സ്മൃതി അവിടെ ജയിച്ചെങ്കിൽ അത് രാഹുലിന്റെ തട്ടകമാണെന്ന് ആരും മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് സോണിയാഗാന്ധിയുടെ PA ആയിരുന്ന കിഷോർ ലാൽ ശർമ്മയെ അവിടെ അവസാന നിമിഷ സ്ഥാനാർത്ഥിയാക്കിയതും അയാൾ അവിടെ ജയിക്കുന്നതുമെല്ലാം. കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ സ്മൃതി നേരത്തെ മനസ്സിലാക്കേണ്ടിയിരുന്നു. ഇവിടെ കിഷോർ ലാൽ ശർമ്മയാണ് അവിടെ മത്സരിച്ചതെങ്കിലും ജയം ആർക്കാണ്? രാഹുൽ ഗാന്ധിക്കായിരുന്നു. കിഷോർ ജയിക്കുന്നത് വൻ ഭൂരിപക്ഷത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്മൃതി അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിരുന്നു. ഇവിടെ BJP വലിയ ആത്മവിശ്വാസം കൈക്കൊണ്ടത് കൊണ്ട് തന്നെ സ്മൃതിയും പ്രതീക്ഷിച്ചു വോട്ടുകൾ തെന്നി മാറില്ല എന്നുള്ളത്. പക്ഷേ വിധി അതായിരുന്നില്ല. ജനവിധി അത് പ്രവചിക്കാനോ പ്രതീക്ഷിക്കാനോ പറ്റുന്ന ഒന്നല്ല. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൃത്യമായി നിറവേറ്റുക എന്നതാണ് അവിടെ ചെയ്യേണ്ടത്. ആര് വന്നാലും ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇനി രാഹുലിന്റെ തട്ടകമാണെന്ന് പറഞ്ഞാലും ജനങ്ങളാണ് അവിടെ പ്രാധാന്യം. വോട്ട് കിട്ടാൻ വേണ്ടി എന്തും ചെയ്തിട്ട് കാര്യമില്ല. പ്രവർത്തിച്ച് തെളിയിക്കുകയാണ് അവിടെ വേണ്ടത്.